നമ്മൾക്കൊരു മാനസിക പ്രശ്നം വന്നാൽ നമ്മളൊരു ഹിപ്നോട്ടിസ്റ്റിൻ്റെ അടുത്തോ ഒരു ഡോക്ടറെ അടുത്തോ പോയി കഴിഞ്ഞാൽ അവരുടെ കോഴ്സ് കഴിഞ്ഞപ്പോൾ പിന്നെ അത് വിട്ടു. പക്ഷേ ഒരു മാന്ത്രികൻ്റെ ഒരു അന്ധവിശ്വാസിയായ ഒരു കുറച്ച് കുഴപ്പക്കാരനായി മാന്ത്രികൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ആജീവനാന്ത കാലം അവൻ്റെ അടിമയാണ്. പിന്നെ അവൻ തരുന്ന ട്രോമ ഒരിക്കലും തിരിച്ചു വരില്ല. ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ആധുനിക കാലഘട്ടത്തിൽ എന്തെങ്കിലും മാനസിക പ്രശ്നം വന്നാൽ ഡോക്ടർക്ക് പോകുക തന്നെ നല്ലത്. ഇങ്ങനെയുള്ള വെളിച്ചപ്പാടന്മാർത്തോ മാന്ത്രികന്മാർത്തോ പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ ജീവിതം നശിപ്പിച്ചു വരും. എല്ലാ കൊല്ലവും നമ്മൾ അവിടെ പോയിട്ട് അടിമയായിട്ട് നിൽക്കണം. അതിനുള്ള പണി അവനെ കൊളുത്തി വെക്കുവൻ. മനസ്സാണ് കാര്യം, മനസ്സിനെ കൊളുത്തുവർ. നമ്മൾ ദുർബലമായി നിൽക്കുന്ന സമയത്ത് നമ്മളെ കൊളുത്തി കഴിഞ്ഞാൽ അത് കൊളുത്ത് വീണ തന്നെയാണ്. പക്ഷേ ഗുരുനാഥൻ അതിൽ നിന്ന് വളരെ വ്യത്യസ്തനാണ്. മേലാൽ ഇങ്ങോട്ട് വന്നേക്കരുത്, അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഫേമസ് ഡയലോഗ്. മേലെ അങ്ങോട്ട് വന്നേക്കരുത് എന്നാ പറയുക. അല്ല സ്വാമി വളരെ സന്തോഷം, ഞാൻ ഇനിയും വരാം, വരരുത് എൻ്റെ അടുത്തേക്ക് വരരുത്, എന്നെക്കുറിച്ച് ചിന്തിക്കരുത്. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ വേണ്ടാത്തൊരു സാധനമാണ്. മാന്ത്രിക ദോഷം സംഭവിക്കുന്ന ഒരു ഇതിന് ഗതികേടാണ്. മുജ്ജന്മ പാപം കൊണ്ടോ പൂർവികർ ചെയ്ത പാപം കൊണ്ടോ ആണ് ഒരാൾക്ക് മാന്ത്രിക ദോഷം ഏൽക്കുക എന്നാ പറയുക. അപ്പോൾ അത് മേലാൽ വരരുത്. ഒരു മാന്ത്രികൻ്റെ മുമ്പിൽ നമ്മൾ പോയിട്ട് ദക്ഷിണ വയ്ക്കാൻ ഇടവരരുത്.